Hello everyone. So welcome to the new video on transmission line design or overhead line design. So in this I will be discussing about the concept of self GMD and mutual GMD. So far we have discussed about the inductance of transmission lines. Now concept of self GMD and mutual GMD. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു സെൽഫ് GMD mutual GMD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷനും കാര്യങ്ങളിലേക്ക് നല്ല പോകുന്നത് എന്താണ് സംഭവം, എങ്ങനെ അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കാം, എങ്ങനെ നമ്മുടെ ഇക്വേഷൻസ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാം എന്നുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും കൂടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അതിങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ GMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GMD എന്ന് മാത്രമല്ല GMRും ഇതിന് പോലെ എന്താ പറയുക GMR ജസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ GMD അല്ലെങ്കിൽ GMR രണ്ടും ഒരേ പോലെ ഉപയോഗിക്കുന്ന ടേമുകൾ തന്നെയാണ്. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് എന്നാണ്. ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് GMDക്ക് പകരം GMR ആണ്, ജോമെട്രിക്കൽ മീൻ റേഡിയസ്. ജോമെട്രിക്കൽ മീൻ റേഡിയസ്. ഓക്കെ, സോ അപ്പോൾ ഈ GMD എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെ ഏതാ സെൽഫ് GMD ഉണ്ട്, സെൽഫും ഉണ്ട്, സെൽഫ് GMD, പിന്നെ മ്യൂച്വൽ GMD. ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്തു. മെയിനായിട്ട് എന്താ പറയുക, മൾട്ടി കണ്ടക്ടർ കേസിലാണ് ഇത് ഉപയോഗം വരുന്നത്. അപ്പോൾ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ സെൽഫ് GMDനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ D സഫിക്സ് S എന്ന് ഉപയോഗിക്കും, മ്യൂച്വലിനെ ക്യാപിറ്റൽ D സഫിക്സ് M എന്നും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ വേണമെങ്കിൽ അതിനെ ജോമെട്രിക്കൽ മീൻ റേഡിയസ് എന്നുള്ള രീതിയിൽ GMR ആയിട്ടും പറയാറുണ്ട്. ഇതിൽ ജസ്റ്റ് നമുക്ക് ആ സെൽഫ് GMDയും മ്യൂച്വൽ GMDയും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ ആദ്യം നമുക്ക് ഇത് കേസ് പറയാം, സെൽഫ്. സോ സെൽഫ് GMDയുടെ കാര്യം പറയാം. ഇത് ജസ്റ്റ് നമ്മൾ മുന്നൊന്ന് തുടങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എടുക്കാം. ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി ഇടയ്ക്ക് എടുത്ത് എഴുതുന്നു. ഇത് അവിടെ നമ്മൾ ഒരു വട്ടം സിംപ്ലിഫൈ ചെയ്താണ്, ജസ്റ്റ് ഒന്നുകൂടി പറയുന്നത് മാത്രം. സോ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ ആണ് എടുക്കുന്നത്. ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ ആണ് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്, 1 മീറ്ററിൻ്റെ. So that was equal to 2 into 10 raised to minus 7 into 1 by 4 plus log D by R to the base E. ഇതായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സ്പ്രഷൻ അല്ലേ. സോ ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 into 10 raised to minus 7 into 1 by 4 ഫസ്റ്റ് ടേം plus 2 into 10 raised to minus 7 into log D by R to the base E. ഇതിലെ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് എന്താ പറയുക, ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ദ ഫ്ലക്സ് വിത്തിൻ ദ സോളിഡ് കണ്ടക്ടർ ആണ്. അതിൻ്റെ വിത്തിൻ ആയിട്ടുള്ളതാണ് ഈ ഫസ്റ്റത്തെ. അപ്പം നമുക്കറിയാം ഇത് അതിൻ്റെ സെൽഫ് ആണ്. ഈ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് വിത്തിൻ അല്ലെങ്കിൽ ഡ്യൂ ടു ഫ്ലക്സ് വിത്തിൻ ആണ് ഈ ഒരു ടേം ക്രിയേറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് പല കേസുകളിലും നമുക്ക് ഈ എന്താ പറയുക, ഈ GMD അല്ലെങ്കിൽ GMR എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു ടേമിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഒഴിവാക്കല്ല, ഇതിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഒറിജിനൽ കണ്ടക്ടറിനെ ഇഫ് വി ആർ റീപ്ലേസിങ് ദ ഒറിജിനൽ സോളിഡ് കണ്ടക്ടർ ബൈ ആൻ ഇക്വാലന്റ് ഹോളോ സിലിണ്ടർ വിത്ത് എക്സ്ട്രീംലി തിൻ വോൾസ്. അപ്പോൾ അതാണ് നമ്മളിവിടെ അസംഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആക്ച്വൽ ഒറിജിനൽ കണ്ടക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക
സോളിഡ് കണ്ടക്ടർ ആയിരുന്നു എങ്കിൽ അത് ത്രൂ ഔട്ട് എന്താ പറയുക കണ്ടക്ട് ചെയ്യുന്ന ഒരു സോളിഡ് കണ്ടക്ടറാണ്. ഫുൾ ഏരിയയും കണ്ടക്ട് ചെയ്യുന്ന ഒരു സോളിഡ് കണ്ടക്ടറാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധനത്തിന് നമ്മളൊരു വേറെ കണ്ടക്ടർ വെച്ചിട്ട് അതേപോലെ തന്നെ വേറെ കണ്ടക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. പക്ഷെ അതിൽ എന്തെന്നാ പറയുക, ഇത് വരയ്ക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീംലി തിൻ വോൾസ് ആണ്. എക്സ്ട്രീംലി തിൻ വോൾസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കണ്ടക്ടറായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാനെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ഈസ് കൺഫൈൻഡ് ടു ദ കണ്ടക്ടർ സർഫസ്. ഇപ്പം ഇതിൽ മൊത്തത്തിൽ പോകുന്നതിന് പകരം ഇതിൽ കറണ്ട് എവിടെയാണ്? ഈ ഒരു ഓൾമോസ്റ്റ് സർഫസിലേക്ക്, ഇത് കുറച്ചുകൂടി തിന്നായിട്ട് കൺസിഡർ ചെയ്യാം, സർഫസിലേക്ക് ആണ് പോവുക. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് വുഡ് ബി 0. അപ്പോൾ ഈ കേസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് ഓൾമോസ്റ്റ് എന്തായിട്ട് എടുക്കാം? 0 എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് ഇന്റേണൽ ഇത് കാരണമുള്ള ഫ്ലക്സ് ലിങ്കേജ് അവിടെ 0 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാം? ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഇന്റേണൽ ഫ്ലക്സ് ലിങ്കേജ് വുഡ് ബി 0. അതായത് 0 എന്നുള്ള രീതിയിൽ വരും. എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് പറയാൻ മാത്രം. അപ്പോൾ ഈ ടേം ഓൾമോസ്റ്റ് 0 ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇത് ഒഴിവാകുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് പകരം അതിനൊന്ന് ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റേഡിയസ് ഓഫ് ദിസ് ഇക്വാലൻ ഹോളോ സിലിണ്ടർ. ഇപ്പോൾ ഈ എടുത്തിട്ടുള്ള ഇക്വാലൻ ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റേഡിയസ് ഓഫ് ദിസ് ഇക്വാലൻ ഹോളോ സിലിണ്ടർ മസ്റ്റ് ബി സഫിഷ്യൻ്റ്ലി സ്മോളർ ദാൻ ദ ഫിസിക്കൽ റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ, അല്ലേ? സോ ഇതിൻ്റെ ഫിസിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ ഈ കാണുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഫിസിക്കൽ റേഡിയസ് എങ്കിലും നമുക്കറിയാം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വരുന്നത് അതിൻ്റെ ഒരു സർഫസിലേക്ക് മാത്രമാണ്. സോ ഇക്വാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഫ്ലക്സും സംഭവങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റേ എന്തെന്ന് കൊണ്ടുവരുന്നത്, സെൽഫ് GMD അല്ലെങ്കിൽ GMR എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മുന്നേയും ഒന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിൽ റീഅറേഞ്ച് ചെയ്തിട്ട് ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ? LA വാസ് ഫൗണ്ട് ടു ബി. ഇപ്പോൾ LA ആണ് അവിടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈക്വൽ ടു എന്തെന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2 × 10⁻⁻⁷. ഞാൻ വീണ്ടും പറയുന്നില്ല, ലോഗിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് വരും? D/R × e⁻⁴. ആ e⁻1/4 എന്നുള്ളതിനെ e⁻1/4 എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ R × e⁻1/4 നമ്മൾ R' എന്ന് വിളിച്ചു. സോ ദാറ്റ് വാസ് ഈക്വൽ ടു 2 × 10⁻⁷ log D/R' എന്നാണ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാധനത്തിനെയാണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്? സെൽഫ് GMD എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് എഴുതും? D/S എന്നാണ് എഴുതേണ്ടത്. അവിടെ നമ്മൾ R' എന്ന രീതിയിൽ പറഞ്ഞത് ഇവിടെ S എന്ന് പറഞ്ഞിട്ട് എഴുതണമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഈ DS എന്ന് പറഞ്ഞാൽ എന്താണ്? DS equal to self GMD or self GMR is equal to 0.7788 R എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നമ്മളുടെ സെൽഫ് GMD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ. ഈ സാധനം എന്ന് പറയുന്നത് സൈസ് ആൻഡ് ഷേപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്പേസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡ്സ് on size and shape are conductor and not on സ്പേസിങ് എന്ന് പറയുന്നത് കണ്ടക്ടർ സ്പേസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ സെൽഫ് GMD എന്ന് പറയുന്നത് അല്ലെങ്കിൽ GMR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്കിവിടെ എന്തുകൂടി പറയാം? മ്യൂച്വലും പറയാം. So next mutual GMD. Okay, so the mutual GMD is the geometrical mean of the distances from the conductor to the other end. കണ്ടക്ടർ തൊട്ടിട്ട് അപ്പുറത്തെ എൻഡ് വരലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കണം? ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സച്ച് ഡിസ്റ്റൻസ് മസ്റ്റ് ബി ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സച്ച് ഡിസ്റ്റൻസസ്. അപ്പോൾ
നമുക്ക് ജി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇക്വാലന്റ് ജോമെട്രിക് സ്പേസിംഗ് എന്ന് പറയാം. ഈ ജി എം ഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വാലന്റ് ജോമെട്രിക് സ്പേസിങ്. അപ്പോൾ അതിൻ്റെ ഒന്നും കൺസെപ്റ്റിലേക്കും നമ്മൾ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് സംഭവം, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഓരോ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ മ്യൂച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കണ്ടക്ടേഴ്സ്, രണ്ട് കണ്ടക്ടേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലൊരു അസംഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഈസ് ലാർജ് കമ്പയർഡ് ടു ദ ഡയമീറ്റർ ഓഫ് ഈച്ച് കണ്ടക്ടർ. ഇപ്പോൾ ഓരോ കണ്ടക്ടറിനും അതിൻ്റേതായ എന്തുണ്ടായിരിക്കും, ഡയമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനേക്കാട്ടിലും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഒന്ന് ആലോചിക്കുക. 6 കണ്ടക്ടേഴ്സ് ABCDE എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെ വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി നമുക്കിവിടെ എടുക്കാം. ബി അങ്ങനെ 3 കണ്ടക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ABC ആണ് എടുക്കുന്നത്. ഇതിനെ A', B', C' എന്നാണ് പേരിട്ടേക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കണ്ടക്ടർ അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദ മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ സെൻറ്റേഴ്സ്. അപ്പോൾ മ്യൂച്വൽ GMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2 കണ്ടക്ടേഴ്സ് തമ്മിലുള്ള മ്യൂച്വൽ GMD. സോ മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ്, 2 കണ്ടക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, DM ആണല്ലോ. സോ DM ഈസ് ഈക്വൽ ടു സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. സ്പേസിംഗ് ആയിട്ട് വരും, സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ സ്പേസിംഗ് D ആണ് എടുക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തെന്ന് വരും, D എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പോയിന്റ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഫോർ എ സിംഗിൾ സർക്യൂട്ട് 3 phase ലൈൻ. ഒറ്റ സർക്യൂട്ടിലെ 3 phase ലൈൻ ആണെന്ന് വിചാരിക്കുക. സിംഗിൾ സർക്യൂട്ട് 3 phase ലൈൻ ഫോർ എ സിംഗിൾ സർക്യൂട്ട് 3 phase ലൈൻ. സോ സിംഗിൾ സർക്യൂട്ട് 3 phase ലൈനിൻ്റെ കേസിൽ നമ്മളുടെ DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ GMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ദ ഇക്വിലാറ്ററൽ സ്പേസിംഗ്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇക്വിലാറ്ററൽ സ്പേസിംഗ് ആണ് കിട്ടുക. സോ ആ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ D1 അല്ലെങ്കിൽ D1, D2, D3 എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇത് ഈക്വൽ ടു എന്ത് കിട്ടും, ക്യൂബ് റൂട്ട് ഓഫ് അല്ലെങ്കിൽ ക്യൂബ് റൂട്ടാണ്, സ്ക്വയർ റൂട്ട് അല്ല. അപ്പോൾ എന്ത് വരും, D1 ഇൻറ്റു D2 ഇൻറ്റു D3 റേസ് ടു 1/3. അപ്പോൾ അതാണ് സിംഗിൾ സർക്യൂട്ട് 3 phase ലൈനിൻ്റെ കേസിൽ വരിക. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ ഇപ്പോൾ സിംഗിൾ ഒറ്റതും പിന്നെ 3 phase അതായത് ABC മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ സിംഗിൾ സർക്യൂട്ട് ഇനിയിപ്പോൾ ABCയും A', B', C' കൂടിയും വരികയാണെങ്കിൽ അതായത് 3 phase ഡബിൾ സർക്യൂട്ട് ലൈൻസ് ആണെങ്കിൽ എന്ത് വരും എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ കാണിച്ചിട്ടുള്ള പോലത്തെ അറേഞ്ച്മെൻറ്റ് ഏറ്റവും ആദ്യം നമ്മൾ ഒരു Aയും Bയും മാത്രം രീതിയിൽ പറഞ്ഞു, പിന്നെ ABC പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മൊത്തത്തിൽ ഉള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കണ്ടക്ടറിൻ്റെ സെൽഫ് GMD നമുക്കറിയാം. അതിൽ വരാവുന്ന കാര്യങ്ങളാണ് സെൽഫ് GMD ഓഫ് കണ്ടക്ടർ. അത് നമുക്കറിയാം ഈക്വൽ ടു എന്താണ്, 0.7788 ആണെന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ, അടുത്തത് സെൽഫ് GMD of
കോമ്പിനേഷൻ എ എ ഡാഷ് എന്നുള്ള കണ്ടക്ടർ കോമ്പിനേഷൻ റിട്ടേൺ പാത്തും എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്കിപ്പോൾ DS1 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ DS1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ ഇത് നമുക്ക് കിട്ടുക ഇങ്ങനെയാണ് വരിക DAA ഇൻറ്റു D A bar അല്ലെങ്കിൽ A ഡാഷ് ഇൻറ്റു DAA ഡാഷ് ഇൻറ്റു DA ഡാഷ് A ഹോൾ റേസ് ടു 1/4 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ DAAയും DA ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സെൽഫ് GMD ഓഫ് കണ്ടക്ടർ ആണ്. മീൻ സെൽഫ് GMD ഓഫ് കണ്ടക്ടേഴ്സ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ DAA ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് A ഡാഷ് ആണ് DAA ഡാഷ്. അതേപോലെ തന്നെ DA ഡാഷ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഇതേപോലെ നമുക്ക് ഓരോന്നിൻ്റെയും കാണാം. സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ B ഡാഷ് കാണാം. സോ സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ B ഡാഷ് നമുക്ക് കാണാം. അപ്പോൾ അതിന് DS2 എന്ന് എഴുതുകയാണെങ്കിൽ അത് എന്തെന്ന് പറഞ്ഞിട്ട് വരും? ഈക്വൽ ടു DBB ഇൻറ്റു DB ഡാഷ് ഇൻറ്റു DBB ഡാഷ് ഇൻറ്റു DB ഡാഷ് B ഹോൾ റേസ് ടു 1/4 എന്നുള്ള രീതിയിൽ വരും. ഇതേപോലെ തന്നെ നമുക്ക് ഏതിൻ്റെയും കാണാം, C ഡാഷിൻ്റെയും കാണാം. സോ C ഡാഷിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ DS3 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു DCC ഇൻറ്റു DC ഡാഷ് ഇൻറ്റു DCC ഡാഷ് ഇൻറ്റു DC ഡാഷ് C റേസ് ടു 1/4. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൻ്റെ ഇക്വാലൻറ്റ് സെൽഫ് GMD ഓഫ് വൺ ഫേസ്. അപ്പോൾ ഇക്വാലൻറ്റ് സെൽഫ് GMD ഓഫ് വൺ ഫേസ് എന്താണെന്ന് കിട്ടുക? ഓഫ് വൺ ഫേസ് അതിനെ നമ്മൾ DS എന്നാണ് പറയുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇപ്പോൾ ഈ കിട്ടിയ എല്ലാവരും DS1 ഇൻറ്റു DS2 ഇൻറ്റു DS3 ഇതെല്ലാം റേസ് ടു 1/3. അപ്പോൾ അതാണ് അവിടുത്തെ ഇക്വാലൻറ്റ് സെൽഫ് GMD വരിക, ഒരു ഫേസിൻ്റെ സെൽഫ് GMD വരിക. അതേപോലെ ദ വാല്യൂ ഓഫ് DS ഈസ് സെയിം ഫോർ ഓൾ ദ phases as each conductor has the same radius. നമ്മൾ സെയിം റേഡിയസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ DS എല്ലാ ഫേസിനും സെയിം ആയിരിക്കും. സോ DS will be same for all phases. Okay, so DS will be the same for all phases as the resistance are the same. ഇതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് കാണാം? മ്യൂച്വൽ GMD കാണാം ഓരോ ഇതിനും ഇടയിലുള്ളത്. ഇപ്പോൾ ആദ്യം മ്യൂച്വൽ GMD ബിറ്റ്വീൻ A ആൻഡ് B കാണാൻ വേണമെങ്കിൽ, സോ ഫസ്റ്റ് മ്യൂച്വൽ GMD ബിറ്റ്വീൻ phases A and B. Phases A and B അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് DAB ആണെന്ന് വിചാരിക്കുക. DAB ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു D സ്മോൾ ലെറ്റർ AB ഇൻറ്റു എന്ത് വരും? DAB ഡാഷ് ഇൻറ്റു DA ഡാഷ് B. ഇത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നുണ്ട്. DA ഡാഷ് B ഡാഷ്, അല്ലെങ്കിൽ ഇവിടെ ആദ്യം തന്നെ A ഡാഷ് B ഡാഷ് എഴുതിയിട്ട് അങ്ങനെ എഴുതിയാലും മതി. ഹോൾ റേസ് ടു എന്ത് വരും? 1/4 വരും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബിറ്റ്വീൻ ഫേസസ് അടുത്തത് കാണാം. ഏതാ? B ആൻഡ് C കാണാം. ദാറ്റ് ഈസ് DBC. ദാറ്റ് വിൽ ബി ഈക്വൽ ടു DBC ഇൻറ്റു DBC ഡാഷ് ഇൻറ്റു DB ഡാഷ് C ഇൻറ്റു DB ഡാഷ് C ഡാഷ് റേസ് ടു 1/4. അതേപോലെ തന്നെ ഏതാ? C ആൻഡ് എയുടെ ഇടയിലും കാണാം. C and A, that is DCA equal to DCA into DCA dash into DC dash A into DC dash A dash raised to 1/4. അപ്പോൾ അത് ഓരോന്നിൻ്റെ മ്യൂച്വൽ നമുക്ക് കിട്ടി. അപ്പോൾ അതേപോലെ ഇവിടെയും നേരത്തെ കേസിലെ പോലെ തന്നെ എന്താ? ഇക്വാലൻറ്റ് മ്യൂച്വൽ GMD. നമ്മളവിടെ ഇക്വാലൻറ്റ് സെൽഫ് GMD കണ്ട പോലെ ഇക്വാലൻറ്റ് മ്യൂച്വൽ GMD
അതിനെയാണ് നമ്മൾ ഡി എം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ഊഹിക്കാം, ഡി എ ബി ഇൻറ്റു ഡി ബി സി ഇൻറ്റു ഡി സി എ ഹോൾ റേസ് ടു 1/3. ഇപ്പോൾ അതാണ് വരിക. ഇപ്പോൾ ഇതിൽ ഈ ജി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്പേസിങ്, മ്യൂച്വൽ ആണ്. ഇപ്പോൾ മ്യൂച്വൽ ജി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പേസിങ്ങിനെയാണ്, ഡിപ്പെൻഡ്സ് ഓൺ സ്പേസിങ്. മറ്റോടത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, കണ്ടക്ടർ സൈസിനെയും ഷേപ്പിനെയാണ്, സ്പേസിങ്ങിനല്ല. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പേസിങ്ങിനെയാണ്. ആൻഡ് ഈസ് സബ്സ്റ്റൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എക്സാക്ട് സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും ഓറിയൻറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ സ്പേസിങ്ങിനെയാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുലാസ് ഒന്ന് റീഫ്രെയിം ചെയ്യാം. സോ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇൻഡക്റ്റൻസ് ഫോർമുലാസ്, ഇൻഡക്റ്റൻസ് in terms of what GMD. അപ്പോൾ GMD യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്റ്റൻസ് ഫോർമുലാസിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കേസിൽ, സോ ഫസ്റ്റ് നമ്മൾ സിംഗിൾ ഫേസ് ലൈൻ ആണ് വിചാരിക്കുക. സിംഗിൾ ഫേസ് ലൈൻ, സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒറ്റ റെക്റ്റാങ്കുലർ ലൂപ്പ്, 2 കണ്ടക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ ആണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് എഴുതാം, 2 × 10⁻⁻7 log dm ഡിവൈഡഡ് ബൈ ds. dm ഡിവൈഡഡ് ബൈ ds. അതിൽ ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഈ ഒരു ഇക്വേഷനിൽ ds ഈസ് ഈക്വൽ ടു ആണ് നമ്മുടെ 0.7788 r എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഡി എം നമ്മൾ പുതിയ പേരിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ആണ്, സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. അതായത് ഡി നമ്മൾ മറ്റോടത്ത് ഡി എന്ന് ഉപയോഗിച്ച്, സ്മോൾ ലെറ്റർ ഡി എന്ന് ഉപയോഗിച്ചാൽ ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ ബേസിക് ഇക്വേഷൻ തന്നെ. ഇനി അതേപോലെ സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ പറയാം. സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇൻഡക്റ്റൻസ് പെർ ഫേസ് ആണല്ലോ നമ്മൾ പറയാം. ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ മീറ്റർ ഈക്വൽ ടു എന്താ കിട്ടുക, 2 × 10⁻⁻7 log dm by ds to the base e. ഇക്വേഷനൊക്കെ നമ്മൾ അതേപോലെ തന്നെയാണ് എഴുതുന്നത്, ജസ്റ്റ് അതിലത്തെ ഓരോ ടേമുകൾ എന്താണെന്നുള്ളത് മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ds ഈക്വൽ ടു എന്ത് തന്നെയാണ് വരിക, 0.7788 r തന്നെയാണ്. പക്ഷേ ഈ ഡി എം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അപ്പുറത്ത് പറഞ്ഞ സംഭവം എന്ത് വരും, d1 × d2 × d3 raised to 1/3 എന്ന് വരും. അതാണ് സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ. അതേപോലെ നമുക്ക് ഏതിൻ്റെയും കൂടിയും പറയേണ്ടി വരും, ഡബിൾ സർക്യൂട്ട് 6 ഇത് വരുന്നത്. സോ ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ്റെ കേസിൽ, സോ അവിടത്തെയും ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ മീറ്റർ തന്നെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സെയിം തന്നെ, ഇക്വേഷൻ സെയിം തന്നെ വരാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 2 × 10⁻⁻7 log dm by ds തന്നെ. ആകെ നമ്മൾ വ്യത്യാസം വരാൻ പോകുന്നത് ആ ഡി എം എന്താണ്, ഡി എസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ഡി എസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ds1 × ds2 × ds3 ഹോൾ റേസ് ടു 1/3 ആണ് വരിക. അതേപോലെ ഡി എം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഡി എം വിൽ ബി ഈക്വൽ ടു ഡി എ ബി സി ആണ് പേര് കൊടുക്കുന്നത്, ഡി എ ബി × ഡി ബി സി × ഡി സി എ
റേസ് ടു 1/3. ഇതാണ് GMD അല്ലെങ്കിൽ GMR അതിൻ്റെ ബേസിലെ ഇക്വേഷൻസിനെ മാറ്റി എഴുതുന്നത്. ഓക്കെ.